ഹായ് ഹലോ നമസ്കാരം. എന്താ മുഴുവൻ തേങ്ങയും കൊണ്ടെന്നല്ലേ ആലോചിക്കുന്നത്? ഒരു മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ പോവാ. തേങ്ങ ഇനി പൊതിച്ച് പൊതിച്ച് കിട്ടിയ തേങ്ങ ചിരണ്ടി എടുക്കണം. ഇവിടെ പൊതിച്ചാണ് കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെ ഈ തലപ്പ് കളയാതെ വെച്ചാൽ കുറേ നാൾ തേങ്ങ കേട് വരാതിരിക്കും കേട്ടോ. ആർക്കെങ്കിലും അറിയത്തില്ല, ഉപകാരപ്പെട്ടോട്ടെ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ തേങ്ങ ഇരിക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായേ. അപ്പോൾ ചിരവയൊക്കെ എടുത്ത് തേങ്ങ ചിരണ്ടി ഇനി എടുക്കണം പാലെടുക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ അരി എടുത്തു. ഞാനിപ്പോൾ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റിക്കി റൈസ് അല്ല എടുത്തേക്കുന്നത്, നമ്മുടെ ബസുമതി റൈസ് ഇല്ലേ, അതിൻ്റെ നീളമുള്ള വലിയ ബിരിയാണി റൈസ് ഇല്ലേ, അതാട്ടോ എടുത്തേക്കുന്നത്. അതിപ്പോൾ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി കുറച്ച് നേരം ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചു. ആ സമയത്തിന് പാൽ പിഴിഞ്ഞെടുക്കണം. അത് കഴിഞ്ഞ് പാലൊക്കെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പുതിയ പാത്രം മേടിച്ചില്ലേ, അതിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന മാംഗോ സ്റ്റിക്കി റൈസ് ആട്ടോ. അരിയിട്ടു. 1 ഗ്ലാസ് 2 തേങ്ങാപ്പാൽ കേട്ടോ, അതാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പിഴിഞ്ഞെടുത്ത് 1 പാൽ മാറ്റി വെച്ചിട്ട് 2 പാലാണ് അതിലേക്ക് ഒഴിച്ചത്. ഈ 2 പാലിലാണ് അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 1.25 ഗ്ലാസ് അരിക്ക് വെള്ളം ഇട്ടാൽ 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് അരി വേവിക്കാൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അടച്ച് വെച്ച് നല്ലപോലെ ഒരു തിള വന്നു കഴിയുമ്പോഴത്തേക്കും ഈ റൈസിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര മധുരം ഇട്ട് കൊടുക്കാം. മധുരം എന്തേലാണോ നിങ്ങൾക്ക് ആവശ്യം അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് വറ്റിച്ചെടുക്കണം ഈ തേങ്ങാപ്പാലിൽ. അപ്പോഴത്തേക്ക് ഇതിന് വേണ്ടി നമ്മൾ ഒഴിച്ച് കഴിക്കുന്ന ഒരു പാനി പോലെ ഉണ്ട് തേങ്ങാപ്പാൽ, അത് 1 പാലാണ്. ഇതിപ്പോൾ ഇരിക്കുന്ന 1 പാലാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് കേട്ടോ ഇതിലേക്ക്. ഞാൻ അതുപോലെ അങ്ങനെ കുറേ വെറൈറ്റി ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മിൽക്ക് മെയ്ഡ് നന്നായിട്ട് തോന്നി. ഇപ്പോൾ അരിപ്പൊടിയാണ് കുറുകാൻ വേണ്ടി ഇട്ടത്. അതിന് പകരം വേണേൽ കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കുറുക്കി അതൊഴിച്ചാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഈ തേങ്ങാപ്പാലിൻ്റെ തന്നെയാണ് സ്റ്റിക്കി റൈസിന് നല്ലത്. അപ്പോൾ അത് നല്ല പോലെ ഇളക്കി ഇനി കുറുക്കിയെടുക്കണം. ഇത് 1 പാലാട്ടോ. കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അരിപ്പൊടിയോ കോൺഫ്ലവറോ ഇട്ട് കൊടുക്കാം, കാരണം ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കട്ടിയായി പോകും. നമുക്ക് ലൂസായിട്ട് ഒരു ചെറിയ ടൈറ്റിലാട്ടോ വേണ്ടത്. അപ്പോൾ അത് റെഡിയായി. ചോറും വെന്തു. അപ്പോൾ മാറ്റി വെച്ചു. ഇനി മാമ്പഴം, നല്ല മധുരവും എന്നാൽ ലേശം പൊടിയുള്ള മാമ്പഴം കേട്ടോ. ഇത് നല്ല മധുരമുള്ള മാമ്പഴമാണേ. അപ്പോൾ ഇത് നീ ചെത്തണം. എന്നിട്ട് ഈ റൈസും മാമ്പഴവും നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന 1 പാലിലെ ആ ഒരു സിറപ്പില്ലേ, അതും ഒഴിച്ചാണ് ഇത് കഴിക്കേണ്ടത്. ഡെക്കറേഷന് ഞാൻ കുറച്ച് എള്ളൊക്കെ ഇട്ട്, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ആ എള്ള് കടിക്കുന്നത് ഇതിലൊരു വേറെ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ റൈസ് തന്നെയില്ലേ, നിങ്ങൾ നോൺ വെജ് ഇഷ്ടമുള്ളവരാണെങ്കിൽ തേങ്ങാപ്പാൽ റൈസ് ഇങ്ങനെ വേവിച്ചിട്ട് ബീഫിൻ്റെ ഒക്കെ കൂടെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അടിപൊളിയാട്ടോ. പിന്നെ സ്റ്റിക്കി റൈസും നല്ലതാണ്. എന്താണെങ്കിലും നമ്മൾ ആ കടയിൽ നിന്ന് മേടിക്കുന്ന അവരുണ്ടാക്കുന്ന ഒരു ലീഫൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അത്ര ടേസ്റ്റ് വരുന്നില്ല. എന്നാലും നമുക്ക് വീട്ടിൽ ഒരു കൊതിക്ക് ഉണ്ടാക്കി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ ഉണ്ടാക്കി ഞാൻ ട്രൈ ചെയ്തു നമ്മുടെ പുതിയ പാത്രത്തിൽ. അങ്ങനെ ആദ്യമായിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് ആട്ടോ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാമ്പഴവും ആ തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റും, റൈസ് ആ തേങ്ങാപ്പാൽ വേവിച്ചുകൊണ്ട് അതും ആ റൈസിന് നല്ല മധുരം വേണം കേട്ടോ, അപ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ നല്ല രുചിയുണ്ട്. ഈ റൈസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ബീഫിൻ്റെ ഒക്കെ കൂടെ മധുരം ഇടാതെ തേങ്ങാപ്പാൽ വേവിച്ചുണ്ടാക്കിയാലും നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്തോ. ടാറ്റാ ബൈ, സീ യു.